നമ്മളിപ്പോൾ കാൽഷ്യം നോർമൽ ആവുന്ന കണ്ടീഷൻ പറഞ്ഞു, ഇനി കൂടുന്ന കണ്ടീഷൻ. നമ്മൾ കാൽഷ്യം അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് കഴിച്ച് കൂടണമാണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മുടെ ബോഡി അത് റെഗുലേറ്റ് ചെയ്യും. നമ്മൾ കൂടുതൽ കഴിച്ചാലും അത് ബ്ലഡിൽ അലിഞ്ഞേർന്ന് കാൽഷ്യം ഭയങ്കര ലെവലിലൊന്നും എത്തില്ല. അതിനെ പിടിച്ച് പുറത്താക്കാനുള്ള സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷെ ചില കണ്ടീഷനുകളിൽ ഈ പുറത്താക്കാനുള്ള സിസ്റ്റം ചിലപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതായത് നമ്മുടെ ഹോർമോൺസ്, പാരാതൈറോയ്ഡ് പോലത്തെ ഗ്രന്ഥികൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാൽഷ്യം എക്കോസിസ്റ്റം ആകെ താറുമാറായി പോകും. അപ്പം എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടി വരും. നേരത്തെ ഞാൻ പറഞ്ഞു, മസിലുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാൽഷ്യം എന്നുള്ളത്. ഈ കാൽഷ്യം കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഇത് എപ്പോഴും മെയിൻറ്റൈൻഡ് ആയിട്ട് പോകണം. സോ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിൻ്റെ ഫംഗ്ഷന് വരെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ കാൽഷ്യം എൻ്റെ ശരീരത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇനി ഒന്നും പേടിക്കേണ്ട, മൂത്രക്കല്ല് മാത്രമല്ല മാക്സിമം ഉണ്ടാവുള്ളൂ, ഞാൻ വെള്ളം കുടിച്ച് ക്ലിയർ ആക്കിക്കോളാം എന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഞരമ്പുകളൊക്കെ എഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട് കാൽഷ്യം കൂടിക്കഴിഞ്ഞാൽ. ഒരിക്കലും അത് കാൽഷ്യം കഴിച്ചതുകൊണ്ട് മാത്രം വരുന്നതല്ല. നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ ഹോർമോൺസ് അല്ലെങ്കിൽ ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലാണ് തീർച്ചയായിട്ടും ഡോക്ടറെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണണം. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യണം. അല്ലെങ്കിൽ ലോങ് ടേം എഫക്റ്റുകൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. സോ തുടക്കത്തിലെ പിടിച്ചു നിർത്തുക. അത് വളരെ റയറാണ് തുടക്കത്തിലെ പിടിച്ചു നിർത്തുക.